Modern Literary Theory, Poststructuralism, recording part 3. Next we are going to talk about the origin. Poststructuralism originates ultimately from philosophy, as we all know. അപ്പം സ്ട്രക്ചറലിസം റൈസ് ചെയ്യുന്നത് ലിംഗ്വിസ്റ്റിക്സ് എന്നാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് ഒക്കെ ചെയ്യാനുള്ള റീസൺ. സോ വൺ തിങ് ഇറ്റ് ഈസ് അബൌട്ട് ഫിലോസഫി എന്ന് പറയുന്ന ഒരു ഏരിയ ഓഫ് സ്റ്റഡി ഓർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റഡി, ദ ഫീച്ചേഴ്സ് യു വിൽ ഹാവ് ടു നോട്ട് ഡൗൺ ഫസ്റ്റ്. അതിലൊന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ഡിഫിക്കൽട്ടി ഓഫ് അച്ചീവിങ് സെക്യൂർ നോളജ് അബൌട്ട് തിങ്സ്. ഇതാണ് ഫിലോസഫീൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ. അതുകൊണ്ടാണ് ദേ ആർ ഓൾവേസ് ഇൻ സെർച്ച് ഓഫ് സംതിങ് ന്യൂ. അപ്പോൾ ഇങ്ങനെയാണ്. അതുകൊണ്ടല്ലേ വി ആർ ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ഫിലോസഫി. ഒരു കോമിക്കലി ആണെങ്കിലും പറയും സെർച്ചിങ് ഫോർ എ ബ്ലാക്ക് കാറ്റ് ഇൻ എ ഡാർക്ക് റൂം വിച്ച് ഇസ് നോട്ട് ദർ. അപ്പോൾ ഇങ്ങനെ അതിനു വേണ്ടി ഒരു സെർച്ച്, എവിടെയും എൻ്റെ ചെയ്യാത്തൊരു സെർച്ചാണ് ഈ പറയുന്ന ഫിലോസഫീൻ്റെ ഏറ്റവും മേജർ ക്യാരക്ടറിസ്റ്റിക്. ഇതുപോലെയാണ്. അപ്പോൾ അതിൽ നിന്ന് റൈസ് ചെയ്യുന്നതാണ് പോസ്റ്റ്-സ്ട്രക്ചറിസം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരികയാണ് പോസ്റ്റ്-സ്ട്രക്ചറിസം, അതിൻ്റെ പുതിയ മറ്റുള്ള ടെനറ്റ്സും കാര്യങ്ങളും. അൾട്ടിമേറ്റ്ലി ഇങ്ങനെയൊരു സെക്യൂർ നോളജ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നിടത്ത് ഒബ്വിയസ്ലി സ്കെപ്റ്റിക്കൽ ബൈ നേച്ചർ. ഇറ്റ് ഈസ് സ്കെപ്റ്റിക്കൽ. സ്കെപ്റ്റിസിസം എന്ന് പറയുന്ന ടേമൊന്നും ഇനി കൺഫ്യൂസ്ഡ് ആവരുത്. സ്കെപ്റ്റിസിസം ഒബ്വിയസ്ലി മീൻസ് ഡൗട്ട്ഫുൾ. യു ആർ ഡൗട്ട്ഫുൾ അബൌട്ട് സംതിങ്. അപ്പോൾ അത് ഒരു ഡൗട്ട്ഫുൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ വി വിൽ ബി ഇൻ സെർച്ച് ഓഫ് സംതിങ് ന്യൂ. അതർവൈസ് വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഈസ് ഓൾറെഡി ഗിവൺ. അതാണല്ലോ നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടുള്ള ഇൻറ്റർപ്രിട്ടേഷൻസിൻ്റെ കാര്യം അറിയാം. നമ്മളിപ്പം പറയും ഒരു ഗൈഡ്, ഒരു പർട്ടിക്കുലർ പോം, ദാറ്റ് ഈസ് ദ ഇൻറ്റർപ്രിട്ടേഷൻ ഈസ് അവൈലബിൾ ഇൻ എ വെരി ഒതൻറ്റിക് ഗൈഡ്. മേ ബി നമ്മളെല്ലാം പഠിക്കുന്ന കാലത്തുള്ള ചില ഗൈഡുകളുണ്ട്. അപ്പോൾ അതിൽ നോക്കി പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. സോ അത് അല്ല ഇന്ന് എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ദിസ് ഈസ് അബൌട്ട് യു ക്യാൻ ഗോ ഇൻ സെർച്ച് ഓഫ് സംതിങ് ന്യൂ പ്രൊവൈഡഡ് ദാറ്റ് യു ക്യാൻ സബ്സ്റ്റാൻഷിയേറ്റ് യുവർ പോയിൻറ്റ്സ്. അത് വേണം. അതിൻ്റെ നിർബന്ധം അത് ആ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഇവിടെ സ്കെപ്റ്റിക്കലാണെങ്കിൽ മാത്രമേ, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഓൾറെഡി ഒരു ഇൻറ്റർപ്രിട്ടേഷനിൽ യു ആർ സ്കെപ്റ്റിക്കൽ, യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ റീഡിങ്, യു വോണ്ട് ടു ട്രൈ സംതിങ് ന്യൂ. ഇങ്ങനെയുള്ളിടത്ത് മാത്രമേ പുതിയ ഒരു നോളജ് സീക്കിംഗ് നടക്കുകയുള്ളൂ. ഇനി അതിൽ വേറൊരു മേജർ ക്രിട്ടിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റ്-സ്ട്രക്ചറിസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും നീഷെ എന്ന് പറയുന്ന ഒരു റൈറ്റർ, ദർ ആർ നോ ഫാക്ട്സ് ഓൺലി ഇൻറ്റർപ്രിട്ടേഷൻസ് എന്നാണ് നീഷെ പറയുന്നത്. ദർ ആർ നോ ഫാക്ട്സ് ഓൺലി ഇൻറ്റർപ്രിട്ടേഷൻസ്. ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അവിടെ ക്ലോസ്ഡ് ആണ്. FACTS ഫാക്ട്സ് ഐ എം ടോക്കിംഗ് അബൌട്ട്. വസ്തുതകൾ ഓൾറെഡി ക്ലോസ്ഡാണ്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ വേറെ ഇൻറ്റർപ്രിട്ടേഷനൊന്നും ആവശ്യമില്ല. ഇതാണ് എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഇൻറ്റർപ്രിട്ടേഷൻസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി എന്താണ്, ദാറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ. മൈ ഇൻറ്റർപ്രിട്ടേഷൻ മേ ബി ഡിഫറെൻറ്റ് ഫ്രം യുവർ ഇൻറ്റർപ്രിട്ടേഷൻ. യുവർ ഇൻറ്റർപ്രിട്ടേഷൻ മേ ബി ഡിഫറെൻറ്റ് ഫ്രം ഹെർ ഇൻറ്റർപ്രിട്ടേഷൻ ഓർ ഹിസ് ഇൻറ്റർപ്രിട്ടേഷൻ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പോസിബിൾ. പക്ഷേ ഫാക്ട്സിന് പിന്നെ അതിനിപ്പോൾ നമ്മൾ തിയറിയൊക്കെ പറയുമ്പം, തിയറി എന്ന് പറഞ്ഞപ്പം ഒരു പർട്ടിക്കുലർ ലോ ഓഫ് നമ്മൾ ചിലപ്പോൾ എല്ലാം പറയലുണ്ട്. ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, അതിൽ തന്നെ നമ്മൾ ഒന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്നത് എവ്രി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതെല്ലാം ഇപ്പം പറഞ്ഞു കേൾക്കുന്ന തിയറീസ്. അപ്പോൾ അതിന് പിന്നെ നമ്മൾ അതിനുമേൽ വേറെ ഒരു തരത്തിലുള്ള ഇൻറ്റർപ്രിട്ടേഷൻസ് ഒന്നുമില്ല. അത് ഫാക്റ്റായിട്ട് നമ്മളത് പഠിക്കും. അതിൻ്റെ ബേസിസിൽ നമ്മൾ നമ്മുടെയൊക്കെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ ഇൻറ്റർപ്രറ്റ് ചെയ്യും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പണിങ് വിത്ത് ഫാക്ട്സ് ഓർ തിയറീസ്. ഹിയർ വാട്ട് ഹാപ്പൻസ് ഈസ് യു ആർ നോട്ട് റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഈസ് ഓൾറെഡി ഗിവൺ. സോ അതുകൊണ്ട് തന്നെ ഒരു ഫീച്ചറായിട്ട് വരുന്നത് ഇറ്റ് ക്വസ്റ്റ്യൻസ് കോമൺ സെൻസിക്കൽ നോഷൻസ് ആൻഡ് അസംഷൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെയും ടിൽ ഡേറ്റ് വി ഹാവ് ബീൻ തിങ്കിങ് സംതിങ് ടു ബി റിയലി കോമൺ സെൻസിക്കൽ, ലോജിക്കൽ. അതിനെന്താ കുഴപ്പം? ആ ഇൻറ്റർപ്രിട്ടേഷൻ നല്ലതാണല്ലോ, ഇറ്റ്സ് സംതിങ് ബെറ്റർ, കമൻറ്റബിൾ, ഓക്കെ ഫൈൻ, വി ആർ കംഫർട്ടബിൾ. അത് ഇതുവരെയും അങ്ങനെയായിരുന്നു. പക്ഷേ അതിനെയൊക്കെ എന്ത് ചെയ്യുവാണ് ഇവർ? ദേ ആർ ക്വസ്റ്റനിങ് ഓൾ സച്ച് ഓൾറെഡി എക്സിസ്റ്റിംഗ് ദ സോ കോൾഡ് കോമൺ സെൻസിക്കൽ നോഷൻസ്. നമ്മൾ ഇതുവരെയും ആരും ചിന്തിക്കാത്ത രീതിയിലേക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന, അതായത് മറ്റുള്ള ചില ഇൻറ്റർപ്രിട്ടേഷൻസിനെ, ഇതുവരെ പറഞ്ഞു പഠിച്ച വസ്തുതകളെ, മറ്റുള്ള ഒക്കത്തിനെയും നമ്മൾ എന്ത് ചെയ്യുവാണ്? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അതാണ് ഫിലോസഫിയിൽ നിന്ന് അൾട്ടിമേറ്റ്ലി ഡിറൈവ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്. ഇത് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് അതാണ്. അത് പോസ്റ്റ്-സ്ട്രക്ചറിസം അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താണ്? യു ഡൗട്ട്ഫുൾ അബൌട്ട് വാട്ട് ഈസ് ഓൾറെഡി അവൈലബിൾ ഓർ വാട്ട് ഈസ് ഓൾറെഡി ടോൾഡ് ടു ബി സംതിങ് ലോജിക്കൽ ഓർ കോമൺ സെൻസിക്കൽ. So, post-structuralism regards any confidence in the scientific method as naive and derives a certain masochistic pleasure from knowing for certain that we can't know anything for certain.
ഇതാണ് ഇനി നോക്കേണ്ട ഒരു കാര്യം. അതായത് പോസ്റ്റ് സ്ട്രക്ചറിസം റിഗാർഡ്സ് എനി കോൺഫിഡൻസ് ഇൻ ദ സയൻറ്റിഫിക് മെത്തേഡ്. അതായത് സയൻറ്റിഫിക് മെത്തേഡാണല്ലോ ഇപ്പം ഈ പറയുന്ന ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിലും സ്ട്രക്ചറലിസം ഇതെല്ലാം സയൻറ്റിഫിക്കാണ്. അപ്പോൾ അത് ഒരു കാലത്ത് റിലീജിയനും സയൻസും തമ്മിലായിരുന്നു ഒരു തരത്തിലുള്ള കോൺസെപ്ച്വലായിട്ടുള്ള വാറ് വന്നത്. അതായത് റിലീജിയൻ പറയുന്ന കോൺസെപ്റ്റുകളൊന്നും സയൻസ് അംഗീകരിക്കാൻ വില്ലിങ്ങല്ല. അപ്പോൾ മജോറിറ്റി ഓഫ് ദി വേൾഡ് പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പം സയൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മാത്രം വന്നു. അല്ലെങ്കിൽ അതിനെ മാക്സിമം സയൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. സയൻറ്റിഫിക് ബേസിസ് ഉണ്ടോ, യെസ് വി ആർ റെഡി ടു ടേക്ക് ഇറ്റ് അപ്പ് എന്നുള്ള സംഭവം വന്നു. അപ്പോൾ അതൊന്നും മാറിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഇവർ അതിനെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പം ആ മെത്തേഡ് പോലും നെയ്വാണ്. നെയ്വ്, വാട്ട് യു മീൻ ബൈ നെയ്വ്? നെയ്വ്, NAIVE, നെയ്വ് മീൻസ് ഇന്നസെൻസ് അല്ല. ഇന്നസെൻസിൽ എന്ന് പറയുന്നത് പോസിറ്റീവാണെങ്കിൽ നെയ്വ് എന്ന് പറയുന്ന ഒരു തരം ഇഗ്നോറൻസാണ്. ഇഗ്നോറൻസ്, അറിവില്ലായ്മ കൊണ്ട് തന്നെ. അതായത് നമ്മൾ വി ആർ സപ്പോസ്ഡ് ടു നോ സംതിങ് അറ്റ് എ പർട്ടിക്കുലർ ഏജ്, ബട്ട് വി ഡു നോട്ട് നോ ദാറ്റ് ആൻഡ് വി ആക്ട് ആസ് എഫ് നമ്മൾ ഇപ്പം ഇങ്ങനെയാണ്. ഇപ്പം ഒരു ചെറിയ കുട്ടി, അതിന് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അത് അതിൻ്റെ ഇന്നസെൻസാണ്. കാരണം അതിൻ്റെ ആ ഒരു ഏജിൽ ഇറ്റ് ഈസ് നോട്ട് സപ്പോസ്ഡ് ടു ബി അവെയർ ഓഫ് സച്ച് ആൻഡ് സച്ച് മാറ്റേഴ്സ്. അതേസമയം ആ ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരാൾ ആ രീതിയിലല്ലെങ്കിൽ അവിടെ അത് നെയ്വായിട്ട് മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ആ പറയുന്ന രീതിയിലാണ്. അത് ഇന്നസെൻസ് അല്ല. നെയ്വ് എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസിനേക്കാളും കുറച്ചും കൂടി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇഗ്നോറൻസ് എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ നോളജും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ബേസിക് കോമൺ സെൻസിക്കൽ നോളജ് പോലും ഇല്ലാത്ത രീതിയിലുള്ള അതാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്നാണ് ഈ പോസ്റ്റ് സ്ട്രക്ചറിസം പിന്നീട് പറയുന്നത്. ആൻഡ് ഡിറൈവ്സ് എ സർട്ടൻ മാസോക്കിസ്റ്റിക് പ്ലഷർ. മാസോക്കിസ്റ്റിക് പ്ലഷർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്ലഷർ ദാറ്റ് യു ഡിറൈവ് ഫ്രം സഫറിങ് ആണ്. പെയിൻ, സഫറിങ്, ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ഒരു തരം വേദന, ആ വേദനയിൽ നിന്നുണ്ടാകുന്ന ഒരു സുഖത്തിനെയാണ് നമ്മൾ ഈ മാസോക്കിസ്റ്റിക് പ്ലഷർ എന്ന് പറയുക. അത് ആക്ച്വലി നമ്മളത് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് വളരെ ഡെയിലി ലൈഫ് കോണ്ടെക്സ്റ്റിലൊന്നും അത് പറയുന്നില്ല. അതായത് ഈ ഡ്രഗ് അഡിക്റ്റുകളൊക്കെ നമുക്കത് കണ്ടു നിൽക്കാൻ പോലും പറ്റില്ല. ദേ വൂണ്ട് ദംസെൽസ് ആൻഡ് ദേ ലാഫ് ലൈക്ക് എനിത്തിങ്. കണ്ടിട്ടുണ്ടാവും ചില ഫിലിംസിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പം ഡ്രഗ് അഡിക്ട്സ് ഒക്കെ ആയിട്ടുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം അതുപോലത്തെ ദേ ടെൽ ദാറ്റ് ദേ ഗെറ്റ് എ പ്ലഷർ ഔട്ട് ഓഫ് ദ സെയിം. നമുക്കത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുപോലെ ഇവർ പറയുന്നത് ഓക്കെ, നമുക്ക് വി ഡിറൈവ് എ കൈൻഡ് ഓഫ് പ്ലഷർ ഫ്രം നോയിങ് ഫോർ സർട്ടൈൻ. നമുക്കിപ്പോൾ കൃത്യമായിട്ടറിയാം, ഒന്നും അങ്ങനെ കൃത്യമായിട്ട് ഇനി അറിയാനൊന്നും പറ്റില്ല. എൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ അവളുടെ ഇൻ്റർപ്രിറ്റേഷൻ മാറ്റാണ്, വേറൊരു ഇൻ്റർപ്രിറ്റേഷൻ നാളെ പുതിയത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്യൂറായിട്ടുള്ളൊരു നോളജൊന്നും ഇല്ല. അങ്ങനെ സെർട്ടൈനിറ്റി ഒരു നോളജിൽ പോലും ഇല്ല എന്നറിയുന്നത് സ്ട്രക്ചറിസംകാർ അതിനെ ലാമെൻറ്റ് ചെയ്യും ചിലപ്പം. പക്ഷേ പോസ്റ്റ് സ്ട്രക്ചറിസംകാർ എന്താണ്, ദേ ആർ സോ ഹാപ്പി അബൌട്ട് ദാറ്റ്, ദേ ആർ സോ കംഫർട്ടബിൾ വിത്ത് ദ സെയിം കോൺസെപ്റ്റ്. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. ഇങ്ങനെ ഒരു സംഭവം, ആ ഒരു ആസ്പെക്റ്റും കൂടി ഓർമ്മിച്ച് നോക്കും. അപ്പോൾ ദേ ആർ സോ കോൺഫിഡൻറ്റ് ഇൻ വാട്ട് ദേ ആർ ഡൂയിങ്. ഓക്കെ, ദെൻ ദ എസ്സേ ടോക്സ് അബൌട്ട് ടോൺ ആൻഡ് സ്റ്റൈൽ. ഇനി പറയുന്നത് ടോൺ ആൻഡ് സ്റ്റൈലാണ്. യു ക്യാൻ സീ ഇൻ ദ നോട്ട് ടെക്സ്റ്റ്, എല്ലാവരും കാണാം. ടോൺ ആൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ഒരു സെറ്റ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ വരുന്നത്. അതിൽ സ്ട്രക്ചറലിസം എയിംസ് ഫോർ സയൻറ്റിഫിക് കൂൾനെസ് ഓഫ് ടോൺ. അപ്പോൾ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് എപ്പോഴും ദേ വോണ്ട് സംതിങ് ടു ബി ഹൈലി സ്ട്രക്ചേർഡ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ റൈറ്റിങ്സ് ആയാലും എല്ലാം വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കും, വളരെ സയൻറ്റിഫിക് കൂൾനെസ് ആണ്. അതിൽ ഫ്ലറിഷ്ഡ് ലാംഗ്വേജ് ഉണ്ടാവില്ല, ഓവർ എക്സ്പ്രഷൻസ് ഉണ്ടാവില്ല, ഈ പറയുന്ന ലിറ്റററി ഡിവൈസസ് ഒന്നും തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. വളരെ നമ്മളൊരു സയൻറ്റിഫിക് എസ്സേ വായിക്കുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുക ആ മോഡിലായിരിക്കും അവരുടെ റൈറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വായിക്കുമ്പോൾ വി മെ നോട്ട് ഫീൽ എനിത്തിങ് ഇൻ ദ മോഡ് ഓഫ് ഒരു ഫ്ലറിഷ്ഡ് ലാംഗ്വേജോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതേപോലെയാണ് ഇവരുടെ ടോൺ ആൻഡ് സ്റ്റൈൽ. അതേസമയം പോസ്റ്റ് സ്ട്രക്ചറലിസം, they are much more emotive. Their tone is much more emotive, urgent, euphoric style, flamboyant, self-consciously showy. Flamboyant style എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ സെൽഫ് കോൺഷ്യസ്ലി ഷോയി, വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. നമ്മൾ അത് അറിയാതെ വന്നു പോകുന്ന ലാംഗ്വേജ് ഒന്നുമല്ല. ഇപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ സറിയലിസ്റ്റുകളെല്ലാം പറയും, നമ്മൾ അങ്ങനെ ബോധപൂർവമല്ലാതെ വന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇപ്പം സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്നൊക്കെ വേർഡ്സ്വർത്ത് പറയുന്ന അവസ്ഥയൊന്നുമില്ല. ഇവർ വേണ്ടിയിട്ട് വളരെ ഡെലിബറേറ്റ് ആയിട്ടാണ് അങ്ങനെയുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്.
പിന്നെ അതിൽ ടൈറ്റിൽസ്, ഇവർ എഴുതുന്ന കാര്യങ്ങളുടെ ടൈറ്റിൽസ് സംടൈംസ് മേ ബി ഹാവിങ് പൺസ്, അല്യൂഷൻസ്, വളരെ ഓപ്പണായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയുന്നില്ല ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഇപ്പം എന്തെങ്കിലും ഒരു കലാമിറ്റി, നാച്ചുറൽ കലാമിറ്റി, എന്തെങ്കിലും അങ്ങനെ അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് കൊടുക്കുമ്പം ഷിപ്പ് സാങ്ക്, ദിസ് മച്ച് നമ്പർ ഡൈഡ് എന്നൊക്കെ പറയുമ്പോൾ വളരെ പിന്നെ ഓപ്പണായിട്ട് ആ കാര്യം വളരെ ഫാക്ച്വലായിട്ട് പറഞ്ഞു. ഇവരങ്ങനെയല്ല ചെയ്യുക. ഒരു വളരെ ഷോയി ആയിട്ടുള്ള ലാംഗ്വേജിലാണ് അവരുടെ റൈറ്റിങ്സ് എല്ലാം അവതരിപ്പിക്കുക. ഓക്കെ, സോ ഡികൺസ്ട്രക്റ്റീവ് റൈറ്റിംഗ് ഫിക്സസ് ഓൺ സം മെറ്റീരിയൽ ആസ്പെക്റ്റ് ഓഫ് ലാംഗ്വേജ്. ദാറ്റ് ഈസ് ചില മെറ്റീരിയൽ ആസ്പെക്റ്റുകളാണ് ഇവരുടെ മെയിനായിട്ടുള്ള ആയുധം. അതായത് ഇവർ ചെയ്യുക മെറ്റഫേഴ്സ് യൂസ്ഡ് ബൈ എ റൈറ്റർ, ദ എറ്റിമോളജി ഓഫ് എ വേർഡ്, ഇതെല്ലാമാണ് ഇവർ മെയിനായിട്ടും യൂസ് ചെയ്യുക. ഇത് വെച്ചുകൊണ്ടാണ് ഇവർ ഡികൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ മെയിനായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, അപ്പം ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്, ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന ഒരു വേർഡ്. ആ വേർഡിൻ്റെ മീനിങ് നമുക്ക് എന്തേ അറിയൂ? സർഫസിലുള്ള നമുക്കറിയുന്ന മീനിങ് എന്തേ ഉള്ളൂ? ഒരു പേഴ്സൺ ഹു ഗോസ് ഔട്ട് ഓഫ് ദി ക്യാമ്പസ് ഡ്രോപ്സ് എ കോഴ്സ്, ഡിസ്കണ്ടിന്യൂസ് എ കോഴ്സ്, ഇതാണ് നമുക്കറിയുന്ന മീനിങ്. അതേസമയം ഡ്രോപ്പ് ഔട്ടിന് എക്സാക്റ്റ് വേറൊരു മീനിങ്ങും കൂടിയുണ്ട്. ഡിക്ഷണറിയിൽ തന്നെ നമുക്ക് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മീനിങ്ങാണ്. ആ മീനിങ് എന്താണ്? എ പേഴ്സൺ ഹു തിങ്സ് ഡിഫറെൻ്റ്ലി. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്പിൾ എന്ന് പറയുന്നതിൻ്റെ ആൾ, ഐ തിങ്ക് സ്റ്റീവ് ജോബ്സ്, അവരുടെ ഒരു ബയോഗ്രഫി ഉണ്ട്. ഒരു ഡിക്ഷണറിനേക്കാളും തിക്നെസ് ഉള്ളൊരു ബുക്കാണത്. അപ്പോൾ ഈ ബുക്കിൽ ഇയാൾ ഈ ഒരു ടേം ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രോപ്പ് ഔട്ട്. ആ ഡ്രോപ്പ് ഔട്ട് നമ്മൾക്ക് അറിയുന്ന സെൻസിൽ മാത്രമാണെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ക്യാരക്ടർ സ്റ്റേസ് ആസ് എ പേഴ്സൺ ഹു വെൻറ്റ് ഔട്ട് ഓഫ് ദി സ്കൂൾ. പക്ഷേങ്കിൽ എന്താണ്, ഈ നെക്സ്റ്റ് മീനിങ് നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ, അത് നമ്മൾ എവിടെന്നെങ്കിലും പരതിപ്പിടിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ കംപ്ലീറ്റ് മീനിങ് മാറിക്കിട്ടും. അപ്പോൾ ഇതാണ് ഇവരുടെ പോസിബിലിറ്റി. നമ്മൾ ഇതുവരെയും എന്ത് ചെയ്തിട്ടുള്ളൂ? വളരെ സർഫസ് ലെവലുള്ള ബേസിക് ലിറ്ററൽ സെൻസിൽ കിട്ടും. നമുക്കല്ലെങ്കിൽ ഓൾറെഡി അറിയുന്ന മീനിങ്സ് വെച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. But deconstruction, the process, those people who go for deconstruction, they never stay satisfied with what is already given. അങ്ങനെയല്ല, അവരെന്ത് ചെയ്യണം? എറ്റിമോളജി ഓഫ് എ വേർഡ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ വെരി ഹ്യൂജ് ഓർ ബ്രെയിൻ സ്റ്റോമിങ് ടാസ്ക്. നമുക്കറിയാത്ത ഓരോ വേർഡ്സിന് നമുക്കറിയാമെന്ന് തോന്നുന്ന മീനിങ്സും മാറി വേറെ പരതി പിടിക്കലാണ്. വി ആർ ഇൻ സെർച്ച് ഓഫ് ന്യൂ മീനിങ്സ്. എന്നിട്ട് വലിയൊരു ടെക്സ്റ്റിനെ തന്നെ ഇൻറ്റർപ്രറ്റ് ചെയ്ത് മാറ്റലാണ്. അതുവരെയും ഹീറോ ആയവർ വില്ലനാവാം, വില്ലനായവർ ഹീറോ ആവാം. അതുവരെ എല്ലാവരും തെറ്റ് കണ്ടുപിടിച്ച സാഹചര്യങ്ങളിൽ ശരികളാവാം, ശരികളെന്ന് മാത്രം പറഞ്ഞെടുത്ത് തെറ്റുകൾ വരാം. സോ ഇങ്ങനെ പല ഇൻറ്റർപ്രറ്റേഷൻസിലേക്ക് നമുക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. Another argument point is attitude to language എന്ന് പറഞ്ഞ ടൈറ്റിലിൻ്റെ അണ്ടറിൽ യു ക്യാൻ സീ ദാറ്റ് ഈസ് സ്ട്രക്ചറലിസം ഈസ് വേൾഡ് ഇസ് കൺസ്ട്രക്റ്റഡ് ത്രൂ ലാംഗ്വേജ് എന്ന് സ്ട്രക്ചറലിസം പറയുമ്പോൾ ഇവർ പറയുന്നത് പോസ്റ്റ് സ്ട്രക്ചറലിസം അതിൽ പറയുന്ന മെയിൻ എന്താണ്? ഇപ്പം കൺസ്ട്രക്റ്റഡ് ത്രൂ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തേ ഉള്ളൂ? വി ഡോണ്ട് ഹാവ് ആക്സസ് ടു റിയാലിറ്റി ദാൻ ത്രൂ ദി ലിംഗ്വിസ്റ്റിക് മീഡിയം. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ വാസ് ഗിവൺ വിത്ത് മൈ ഓൺ നെയിം ആൻഡ് ദി ലാക്ക് ഓഫ് ഫൊനറ്റിക് സ്ക്രിപ്റ്റ് അവൈലബിൾ ടു പ്രൊനൗൺസ് ഇറ്റ് ഓർ ടു റൈറ്റ് ഇറ്റ് ഇൻ ദി സ്ക്രിപ്റ്റ്. ടു യൂസ് ലാംഗ്വേജ്, ടു തിങ്ക്, ടു പെർസീവ് വിത്ത് ഇറ്റ്. ഇതൊക്കെയാണ് സ്ട്രക്ചറലിസത്തിൻ്റെ മെയിൻ പോയിന്റ്. അതായത് എന്തിനും ആ ലാംഗ്വേജിനെ നമുക്ക് വളരെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. അതേസമയം അതിൽ പിന്നെന്താ പറയുന്നത്? ചില ലാംഗ്വേജസ് ആൻ ഓർഡർലി സിസ്റ്റം, നോട്ട് കയോട്ടിക്, സോ നോ നീഡ് ഓഫ് ഇൻ്റലക്ച്വൽ ഡിസ്പ്ലേ ഫോർ അവർ ഡിപ്പെൻഡൻസ് ഓൺ ഇറ്റ്. അപ്പോൾ ഇത്രയും നല്ലൊരു ഡിപ്പെൻഡൻറ്റ് ഫോഴ്സാണ് ഈ ലാംഗ്വേജ്. പിന്നെ എന്തിനാണ് അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് വി വറീഡ് അബൌട്ട് ദാറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അന്ന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത്, ക്ലാസ്സിൽ എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഇതായിരുന്നു. ഇപ്പം കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നോ വൺ ഈസ് റിലയബിൾ. അതേസമയം ഒറ്റൊരു ഫ്രണ്ടേ ഉള്ളൂ ഹു ഇസ് ഹൈലി റിലയബിൾ. വാട്ട് എവർ നീഡ് യു ആർ ഹാവിങ്, യു ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത് ഓൾ ഇൻറ്റഗ്രിറ്റി വിത്തൗട്ട് ഹാവിങ് എനി ഡൗട്ട് ഓർ സെൻസ് ഓഫ് അങ്ങനെ ഒരാളുണ്ടാവുന്നതാണോ നല്ല 100 പേരുണ്ടാവുന്നതാണോ? അതായത് വിശ്വസിക്കാൻ പറ്റാത്ത 100 പേരുണ്ടാവും. അപ്പോൾ അതുപോലെയാണ് സ്ട്രക്ചറിസംകാർ പറയുന്നത്, യു ഷുഡ് നോട്ട് ബി വറീഡ് ദാറ്റ് വി ഹാവ് ഓൺലി ദിസ് ലാംഗ്വേജ് എസ് എ മീഡിയം ഈസ് അവൈലബിൾ ഫോർ അവർ റിയാലിറ്റി, ഫോർ റെപ്രസെൻറ്റിംഗ് ദ റിയാലിറ്റി, ടു തിങ്ക് അബൌട്ട് ദ റിയാലിറ്റി, ടു നോ അബൌട്ട് ദ റിയാലിറ്റി.
ഓർ ടു പെർസീവ് ദ ഹോൾ വേൾഡ്. ഇതിന് ഈ ലാംഗ്വേജിൻ്റെ അത് അത്രയും ഡിപ്പെൻഡബിളാണ്, അത്രയും റിലയബിളാണ് എന്നാണല്ലോ അവരുടെ വാദം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അതിൽ നിങ്ങളാരും വറീഡ് ആവണ്ട എന്നുള്ളതാണ് ആരുടെ വാദം? സ്ട്രക്ചറലിസത്തിൻ്റെ. ആ ലാംഗ്വേജിനെയാണ് പോസ്റ്റ് സ്ട്രക്ചറിസംകാർ അങ്ങേയറ്റം മറച്ചിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗോ ഫോർ എ കൈൻഡ് ഓഫ് ഭയങ്കര റാഡിക്കൽ അറ്റാക്കാണ്. അത് അങ്ങനെയൊന്നുമല്ല, ഡിപ്പെൻഡബിളേ അല്ല. ലാംഗ്വേജ് സംതിങ് റിയലി പ്രോബ്ലമാറ്റിക്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലൂപ്പ് ഹോൾസ്, ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്ന് പറയുന്ന ഇടത്താണ് നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ് ടു ലാംഗ്വേജ് എന്ന് പറയുന്ന കാര്യം എൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടെക്സ്റ്റ് റിയാലിറ്റി ഇറ്റ് സെൽഫ് ഈസ് ടെക്സ്ച്വൽ എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുക.